തോമസ്, എന്തായി തീരുമാനം? പോലീസിൽ അറിയിക്കേണ്ടേ? പോലീസോ? എന്നിട്ട് എന്ത് ചെയ്യാനാ പോലീസ്? പിന്നല്ലാതെ മോളെ ഈ അവസ്ഥയിലാക്കിയവന്മാരെയൊന്നും. നിയമം, ശിക്ഷ, കൊള്ളാം. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഞാൻ എന്റെ മോളെ നിന്റെ മുന്നിൽ കൊണ്ടുവന്നതേ നീ ഒരു ഡോക്ടറായോണ്ട് മാത്രമല്ല, നീ എന്റെ സുഹൃത്തു കൂടി ആയതുകൊണ്ട്. ഇത്തിരി ഇല്ലാത്ത എന്റെ പൊന്നുമോളെ ഈ രീതിയിൽ നശിപ്പിച്ചവരെ രക്ഷപ്പെട്ടു പോകാൻ ഞാൻ അനുവദിക്കത്തില്ല. ഞാൻ എന്റെ മോളെ ഒരു ഇക്കിളിപത്രത്തിനും ഒരു മാമാ ചാനലിനും ഞാൻ വിട്ടുകൊടുക്കത്തില്ല. അപ്പോൾ അവന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടേ? അവന്മാർ രക്ഷപ്പെട്ടു പോകട്ടെ എന്നാണോ? ആരെയാണ് ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്? ആർക്കാണ് ഇവിടുത്തെ നിയമ നീതി നൽകിയിട്ടുള്ളത്? ഇവിടെയുള്ള നീതി നിയമവും ഒറ്റക്കേമാരെ ജയിലിലിട്ട് സംരക്ഷിക്കുമല്ലേ? എല്ലാം നഷ്ടപ്പെട്ട് നിയമത്തിന് മുന്നിൽ നാണം കെട്ടി നിൽക്കുന്നത് എന്നെ പോലെയുള്ള സാധാരണക്കാർ. തോമസ്, നീ പറയാറില്ലേ നിനക്ക് മോളെ പോലെയാണ് എന്റെ മോളെന്ന്? ഞാൻ എന്റെ മോളെ നിന്നെ ഏൽപ്പിക്കുകയാണ്. ഞാൻ തിരിച്ചു വരുന്നവരെ ഇവിടെ നീ പൊന്നുപോലെ നോക്കണം. എന്താ നിന്റെ ഉദ്ദേശം? പ്രതികാരമാണോ? ആണെങ്കിൽ എന്റെ മോക്ക് സംഭവിച്ചത് ഇനിയൊരു മറ്റൊരു കുട്ടിക്ക് സംഭവിക്കരുത്. എനിക്ക് ഇവിടുത്തെ നിയമത്തിൽ വിശ്വാസമില്ല. അതുകൊണ്ട് നിയമം ഞാൻ നടപ്പിലാക്കും. അവൾ ഉറങ്ങട്ടെ. ഉണരുമ്പോ നീ പറഞ്ഞു മനസ്സിലാക്കണം, അവൾ അനുഭവിച്ചതെല്ലാം ഒരു സ്വപ്നമായിരുന്നു. അച്ഛനെ ചോദിച്ചാൽ അച്ഛനൊരു യാത്രയ്ക്ക് പോയതാണെന്ന് പറഞ്ഞേക്കണം. എന്തായി പോയാലും? സാറ് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരുവിധം ശരിയായി. ഇപ്പോൾ എല്ലാം ശരിയായില്ലേ? എന്നാ പിന്നെ നിൽക്കണ്ട, നിങ്ങൾ വിട്ടോ. ശരിയായി, പക്ഷേ എന്താ വേറെ വല്ല പ്രശ്നമുണ്ടോ? സാറിന്റെ അനിയ ഇന്നലെ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി. ആര്? വിവേകോ? സാറിന്റെ അടുത്തൊന്ന് പറയണം, അവരൊക്കെ ജീവിക്കാൻ വേണ്ടി വരുന്ന പാവങ്ങളാണെന്ന്. സാറിനോർത്ത് മാത്രമാണ് അവരൊന്നും ചെയ്യാതിരുന്നത്. ഞാനത് ശ്രദ്ധിച്ചോളാം. നിങ്ങളിപ്പോൾ തൽക്കാലം ചെല്ല്. ഇനി അവന്റെ ഭാഗത്തുനിന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ശരി സാർ, ഞങ്ങൾ അങ്ങോട്ട്. ശരി. ഇന്ന് ആരുടെ നെഞ്ചത്തൊടുക്കാനാണോ നിന്റെ ഈ പോക്ക്? ഞാൻ എവിടെ പോയാലും നിങ്ങൾക്ക് എന്താ? അതേടാ, നിന്റെ പ്രശ്നത്തിലെല്ലാം സമാധാനം പറയേണ്ടതേ ഞാനാ. എന്റെ പേര് ഇയാൾ ആരോട് സമാധാനം ഉണ്ടാക്കാൻ പോകണ്ട. എന്റെ കാര്യം എനിക്കറിയാം. താൻ പോടും. എടാ എന്റെ കൊച്ചിനെ കൊല്ലൂടാ, ഞാൻ നിന്നെ കൊല്ലൂടാ. നിന്നെ കൊല്ലൂടാ, നിന്നെ കൊല്ലൂടാ, ഞാൻ നിന്നെ കൊല്ലൂടാ, നിന്നെ കൊല്ലൂടാ, കൊല്ലൂടാ.
ആ, 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 ഹലോ ആ. ഹലോ പോലീസ് സ്റ്റേഷൻ. അവനെവിടെ? ഞായിരിക്കുന്നവൻ. ഡേയ് 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 എണ്ണീര് എണ്ണീര് അവനെ പെട്ടെന്ന് കൊണ്ടുപോവാ. എണ്ണീര്. എന്താണോ ഇത്ര താമസം? നടക്കടാ അങ്ങോട്ട്. കേറ് കേറ് കേറ്, വണ്ടിയിലോട്ട് കേറടാ. നിർത്ത്. ഓക്കെ ഓക്കെ, എല്ലാം ഞാൻ ഏറ്റിട്ടുണ്ട്. വേണ്ട പോലെ ഞാൻ ചെയ്തോളാം. ഓക്കെ, ശരി ശരി. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ അങ്ങോട്ടൊന്ന് വിളിക്കുമായിരുന്നല്ലോ. സാരമില്ല ഏട്ടാ, ഞാൻ ഒന്ന് പതുക്കെ നടന്നു നോക്കി. ഇവിടെ ഇരിക്ക്. ഏട്ടനടുത്തില്ലേ? ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഞാനെടുത്ത് കഴിക്കാം. ചേച്ചി ഇതുവരെ വന്നില്ലല്ലോ. ഏട്ടന് ഡ്യൂട്ടിക്ക് പോകണ്ടേ? അതിന് ഇത് കഴിക്ക്. ഹോസ്പിറ്റലിൽ പോകാൻ ഡ്രസ്സൊക്കെ ഞാൻ എടുത്ത് വെച്ചേക്കുക. നിങ്ങളെ കൊണ്ട് ഹോസ്പിറ്റലാക്കിയതിന് ശേഷമേ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നുള്ളൂ. ഓക്കെ? ആ അതിമോനെ, നീ പുറത്തുനിന്നല്ലേ വന്നത്? അപ്പോൾ ആദ്യം എന്താ ചെയ്യണ്ടേ?
പച്ചക്കറി ഒന്നും മേടിക്കാനേ വയ്യ. എന്തോരം വിലയാ, ഭയങ്കര വില. അടുത്തോട്ടൊന്നും ചെല്ലാനേ വയ്യ. ചേച്ചി ഉച്ചയ്ക്ക് വരുമെന്നല്ലേ പറഞ്ഞേ, പിന്നെന്താ രാവിലെ? ചേച്ചി ഉച്ചയ്ക്ക് വരാമെന്നാ വിചാരിച്ചേ. അരവിന്ദൻ പോയി കഴിഞ്ഞാ പിന്നെ മോൾ ഒറ്റയ്ക്കല്ലേ. ചേച്ചിക്ക് അവിടെ ഇരിക്കാൻ തോന്നിയില്ല, ഞാനിഞ്ഞു പോന്ന്. അതേ നന്നായി, ചേച്ചി വന്നപ്പോൾ എനിക്ക് സമാധാനമായത്. ഇവൾ ഒറ്റയ്ക്കായി പോകുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. ഹലോ സാർ. ഓക്കെ സാർ, പറഞ്ഞോളൂ സാർ. ഓക്കെ സാർ, ശരി സാർ, ഓക്കെ. ആരെ വിളിച്ചേ? എസ് ഐ സാറാ, ഒരു പ്രതിയെ കോടതിയെ ഹാജരാക്കാനുണ്ട്. ഏതായാലും ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. ഏതായാലും കൂട്ടിന് അമ്പിളിച്ചുണ്ടല്ലോ. എന്നാലും സാരമല്ല, അമ്പിളിച്ചുണ്ടല്ലോ. നിങ്ങളോട് എത്തുമ്പോഴേക്കും ഞാൻ എത്താം. ഓക്കെ. നീ ഏതായാലും വിഷമിക്കണ്ട, അമ്പിളിച്ചുണ്ടല്ലോ. ചേച്ചിയുമായിട്ട് ഹോസ്പിറ്റലിൽ പൊക്കോ. ഞാൻ പ്രതിയെ ഹാജരാക്കിയിട്ട് ഇങ്ങെത്തിക്കോളാം. ഓക്കെ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്താ? ഈ മനുഷ്യ ഒരു കാലത്ത് നന്നാവൂല. നിങ്ങക്ക് സ്കൂളിൽ പോണ്ടേ പിള്ളേരെ? തന്റെ പോലെ ആവാനാണോ ഉദ്ദേശം? കേറി പോകത്ത്. വിട്ടോ. രാവിലെ തന്നെ എന്താടി നിനക്കിത്ര ദേഷ്യം? എന്ന് നിങ്ങളെ കെട്ടിയെടുത്തോ അന്ന് തുടങ്ങിയതാ എന്റെ ഈ പ്രശ്നം. വലിയ പോലീസാന്നും പറഞ്ഞ് എന്റെ തലയെ കെട്ടിവെച്ചതാ. അന്ന് തുടങ്ങിയതാ എന്റെ ഈ പ്രശ്നം. ഓ, പിന്നെ നീ മാത്രമേ ഉള്ളൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അച്ഛാ. അമ്മ എന്തിയെ മക്കളെ? അമ്മ അകത്തുണ്ട്. അകത്തോ? അടുക്കളയിലോ? അച്ഛാ കാപ്പി കുടിക്കുന്നില്ലേ? അച്ഛൻ കാപ്പി കുടിക്കുന്നില്ല. ഇത് പെട്ടെന്ന് കുടിച്ചിട്ട് പോണം. അച്ഛൻ അമ്മയെ പേടിച്ചായിരിക്കും കാപ്പി കുടിക്കാത്തെ. ഒന്ന് അടങ്ങേട കുട്ട. രണ്ടുപേരും പെട്ടെന്ന് റെഡിയാവണം. ഓക്കെ. അച്ഛാ. മോളെ നോക്കി കേറ്. നിങ്ങൾ ജോലിക്ക് തന്നെയാണോ മനുഷ്യ പോകുന്നത്? ജോലിയിലെങ്കിലും കുറച്ച് ഉത്തരവാദിത്തം കാണിക്കും. രാജേഷ്, അവനെ ഇറക്ക്.
നിങ്ങളിവിടെ നിൽക്കൂ. ഉം. ഞാൻ കളക്ടറേറ്റ് വരെ പോയിട്ട് വരാം. ഉം. അരവിന്ദൻ ഇപ്പോൾ വരും. സാർ ഇങ്ങോട്ടിറങ്ങടാ. ഓക്കെ സാർ. അവിടെ ഇരിക്കേ. രണ്ട് ചായ. ഇരിക്കുന്നില്ലേ? അവിടെ ഇരിക്കേ. ചായ എടുത്ത് കുടിക്കടോ. എടോ ചായ എടുത്ത് കുടി. എടോ താൻ ഇത്ര പാവമാണോ? ചായ കുടി. താൻ ഇത്ര പാവമായിട്ടാണോ കൗൺസിൽ വിട്ട് പോയി അടിയുണ്ടാക്കിയേ? ഡോ മഴ ചാറുന്നുണ്ടല്ലോ. വാ നമുക്ക് അങ്ങോട്ട് കയറി നിൽക്കാം. എന്താടാ മൈനെ? നിന്നോടല്ലേ ഞാൻ പറഞ്ഞ അങ്ങോട്ട് വന്നോണ്ടിരിക്കാന്ന്. ഞാനിപ്പോ കോടതിയുടെ അടുത്തുണ്ട്. മൈതാനത്തെ സ്റ്റേഡിയത്തിന്റെ അടുത്തോട്ട് വരാനല്ലേ എന്നോട് പറഞ്ഞേ? അങ്ങോട്ട് ചെല്ല്. ഞാൻ അങ്ങോട്ട് വരിക. വെച്ചിട്ട് പോണ. അവനെ അല്ലേ താൻ വീട്ടിൽ കയറി തല്ലിയത്? ആ അരവിന്ദ, ഞാൻ കോടതി എടുത്ത് നിൽക്കുക. താൻ എവിടെ നിൽക്കുന്നു? താൻ ഇങ്ങോട്ട് പോരെ. ഞാൻ അങ്ങോട്ട് വരണോ? ആ ശരി ശരി, വാ വാ. ആ പോരെ. എവിടാ സാറേ? ദേ നിൽക്കുന്നു. അവിടെ ഇല്ലല്ലോ. അവിടെ എവിടാ സാറേ? ആളെവിടെ സാറേ? ഞാൻ അവിടെ നിർത്തിയിരുന്നതാ. നിർത്തിന് ആളെ കാണണ്ടേ? ആളിപ്പോ എവിടെ സാറേ? അവൻ എസ്കേപ്പ് ആയോ? അവൻ എവിടെ പോയിട്ടുണ്ടെങ്കിലും എനിക്കറിയാം. കോടതി ഹാജരാക്കേണ്ട പ്രതിയാണ്. നമുക്ക് അവനെ പോയി പിടിക്കാം. അവൻ അവിടെ കാണും. സാറിനെ അറിയാൻ പറ്റും അവൻ എവിടെ പോയെന്ന്. നീ വണ്ടി എടുക്ക്. അങ്ങോട്ട് പോട്ടെ. നേരെ പോട്ടെ. എവിടെയാ? നേരെ പോട്ടെ. നിർത്ത്. ദാ അവിടെ. അവിടെ. എത്തിയല്ലേ? ഞാൻ എന്റെ നീതി നടപ്പിലാക്കി. എന്താടാ നിന്റെ നീതി? ഇതാണോടാ നിന്റെ നീതി?
സാറിന് ഒരു പെൺകുട്ടിയല്ലേ എന്റെ മോളെ നശിപ്പിച്ച രാജാ കൊന്നത്. ഞാൻ എന്റെ നീതി നടപ്പിലാക്കി. എന്താണ് എന്റെ നീതി? എന്താണ് നിനക്ക് സംഭവിച്ചത്? എന്റെ മോളെ കൊന്നവരെ ഞാൻ കൊന്നു. ബ്രോ ലൈനടി ബ്രോ, നോട്ടെന്തി എന്തുകൂടാ കാണിക്കുന്ന? പെട്ടെന്ന് ടൈമില്ല. അടിയടി ആരാ ഫസ്റ്റ് നോട്ട് ചെയ്യുന്ന? ചേട്ടാ ഒന്ന് വഴി മാറി, എനിക്ക് വീട്ടിലോട്ട് പോകണം. ഹലോ ചേച്ചി, പറ ചേച്ചി. ആഹാ, കഴിഞ്ഞോ? ഇപ്പോഴോ? മോളാണോ? ഓക്കെ ചേച്ചി, ഞാൻ വിളിക്കാം. ആ എടാ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? എനിക്കൊരു പെങ്കൊച്ച, ഇപ്പം നിനക്കും ഒരു പെങ്കൊച്ച. അതിന് നമുക്കൊരു കാര്യം ചെയ്യാം. എന്താണ്? നമുക്ക് ഇയാളെ അങ്ങ് എസ്കേപ്പ് ആക്കി. സാർ അയാൾ പ്രതിയാണ്. എന്തിനാ സാറേ നമ്മൾ എസ്കേപ്പ് ആക്കുന്നത്? എടാ, എനിക്കും നിനക്കും ഒരു പെങ്കൊച്ച. അയാൾ ഇത് ചെയ്തത് ഒരച്ഛന്റെ കടമ മാത്രമാണ്. നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുമോ സാറേ? നമ്മൾ വിചാരിച്ചാൽ ഇത് നടക്കും. ഒരു പ്രതിയെ കുറ്റവിമുക്തനാക്കാനും കുറ്റവാളിയാക്കാനും കഴിയും. ഇയാളെ ഇപ്പോൾ കൊലപാതകയാക്കിയാൽ പെടുന്നതേ നമ്മളാ. അതുകൊണ്ട് നമുക്ക് അയാളെ എസ്കേപ്പ് ആക്കിയേ പറ്റൂ. സാറേ അത് ശരിയാവോ സാറേ? ശരിയാവും. നമ്മളത് ശരിയാക്കും. ഇതാണ് ശരി. ശരി, സാറിന് ഇഷ്ടം. ഓക്കെ തോമസേ, വാടാ. നീ ഒന്നും ചെയ്തിട്ടില്ല. നിന്നെ ഞങ്ങൾ നോക്കാം. ഇതൊന്നും ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ആരും അറിഞ്ഞിട്ടുമില്ല, ചാടി പോയിട്ടുമില്ല. നിന്നെ കോടതിയിൽ ഹാജരാക്കി നിനക്കതിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു. പോരെ, വാ തോമസേ, പോകാം.